ഞാനിപ്പോ കൊടുത്തു. അമ്മ ഇങ്ങോട്ട് നോക്കിയേ. ആ മാല കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ കണിമംഗലത്തുണ്ടായിന്നറിയോ? അവിടെയുള്ള ആളുകളുടെ മുഴുവൻ മുന്നില് രാധിക മോളും ഞങ്ങളും കള്ളന്മാരായി. അമ്മയോട് ഞാൻ പല ആവർത്തി ചോദിച്ചല്ലേ ആ മാലയെ കുറിച്ച്. അമ്മയുടെ വള ഒരുക്കി പണിഞ്ഞതാന്നല്ലേ അമ്മ അപ്പൊ പറഞ്ഞത്. നീ എന്തൊക്കെയാ യശോദേ പറയുന്നത്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അമ്മേ, സത്യം പറഞ്ഞോ? കണിമംഗലത്ത് നിലവറയിലിരുന്ന ആഭരണങ്ങളിൽ ഒന്നാത്. അതെങ്ങനെയാ അമ്മയുടെ കയ്യിലെത്തിയെന്നാ ഞാൻ ചോദിക്കുന്നത്. ഈ ചതിക്ക് ആരാ കൂട്ടുനിന്ന്? എടാ, നീ എന്നോട് ദേഷ്യപ്പെടുന്ന എന്തിനാ? എനിക്ക് ഓർമ്മ വരാത്തോണ്ടല്ലേ? അമ്മേ, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. മരണത്തെക്കാൾ ആഴമുള്ള നാണക്കേടിൽ നിന്നാ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അമ്മ കരുതിക്കുട്ടി ഞങ്ങളെ അവമാനിക്കാൻ തീരുമാനിച്ചല്ലേ? ആരായിരുന്നു ഇതിലെ പങ്കാളികൾ? കണിമംഗലത്തുള്ളവർ തന്നെയാണോ? അമ്മ ഇത് പറഞ്ഞിട്ട് പോയാ മതി, അല്ലാതെ അമ്മ ഇവിടുന്ന് വിടില്ല. എനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ നിർബന്ധിച്ച് ചോദിക്കുന്നേ? അമ്മേ, എനിക്ക് മുഴുത്ത വട്ടാണെന്നും പറഞ്ഞേ ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരെയും വിളിച്ച് കാണിച്ചില്ലേ? അവരുടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ മരുന്ന് വാങ്ങിച്ച് ഭാര്യയും ഭർത്താവും കൂടി എന്നെ കുടിപ്പിച്ചില്ലേ? അതിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ടാ. അതുകൊണ്ടാ എനിക്ക് ഓർക്കാൻ പറ്റാത്തത്. ഓ എടാ, എന്തോ സംഭവിച്ചെന്നൊന്നും എനിക്കറിയില്ല. അമ്മ നിർബന്ധിച്ച് കയ്യിൽ തന്നപ്പോഴും ഇടണ്ടെന്ന് തന്നെയാ ഞാൻ തീരുമാനിച്ചത്. പക്ഷെ അമ്മ എന്നെ നിർബന്ധിച്ചു. അതിന്റെ പേരില് എന്റെ മോളെ കള്ളിയാക്കല്ലേ. ഈ നടന്ന കാര്യങ്ങളുമായിട്ടേ ഞങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവളുടെ അമ്മയെ നിർബന്ധിച്ച് ഇവളുടെ അമ്മയുടെ കഴുത്തിൽ മാലയിട്ട് കൊടുക്കാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ലല്ലോ. ആ കൈയോടെ കളവ് പിടിച്ചതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ പതിവ് പോലെ ആ കുറ്റവും എന്റെയും ചെറിയമ്മയുടെയും തലയിൽ വന്നേനെ. എല്ലാം തീരുമാനിച്ചു തന്നെയാ ഇവള് കണിമംഗലത്തെ മരുമകളായത്. ഏട്ടത്തെ താക്കോൽ കൂട്ടം കയ്യിൽ കൊടുത്തപ്പോ മുതല് ഇവള് മറ്റുള്ളവരോട് എങ്ങനെയാ പെരുമാറുന്നേന്ന് നിനക്കറിയില്ലല്ലോ. ഇപ്പൊ ഇത് പിടിച്ചില്ലെങ്കിലേ മാസങ്ങൾക്കുള്ളില് കണിമംഗലം മുഴുവൻ ഇവള് കൊള്ളയടിച്ചാനെ. ഇങ്ങനെ ഒരു കാര്യം നടന്നാ ഞാൻ വന്നപ്പോ തന്നെ ആ കാര്യം എന്നോട് പറയേണ്ടതല്ലേ? സമാധാനായിട്ടിരിക്കെ. ഇത്രയൊക്കെ കേട്ടിട്ട് എങ്ങനെ ഞാൻ സമാധാനമായിട്ടിരിക്കുക? എടോ, ഇതിനകത്ത് എന്തോ ചതി നടന്നിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാതെ ഞാൻ എന്തായാലും അടങ്ങില്ല. ചതി നടന്നിട്ടുണ്ട്, അത് തന്നെയാ ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അച്ഛനും അമ്മയ്ക്കും ഇവളുടെ കുടുംബക്കാരെ കുറിച്ച് നല്ല അഭിപ്രായമായി. എന്റെ കണക്കൂട്ടലനുസരിച്ച് വരുണും രാധികയും ഏത് നിമിഷവും ദാ ഇതിലേ വരാം. നമ്മൾ അവരെ പിന്തുടരുന്നു. വഴിയിൽ എവിടെയെങ്കിലും അവരെ കാറിൽ നിറക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അതെങ്ങനെ? അതിന് മാർഗമുണ്ട്. വരുണ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരാള് അല്പം പ്രശ്നമുള്ള കാര്യത്തില് പെട്ടുകിടക്കുകയാണെന്ന് ഫോൺ ചെയ്തു പറയാം. നേരിട്ട് കാണാന്ന് പറഞ്ഞാൽ വരുൺ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. ആ വെയിറ്റ് ചെയ്യുന്ന സമയമാണ് നമുക്കുള്ളത്. ഓക്കെ സാർ. വരുൺ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ സ്വാഭാവികമായും രാധികയും പുറത്തിറങ്ങും. പുറത്തിറങ്ങിയ രാധികയ്ക്ക് നേരെ നിയന്ത്രണം വിട്ട ഒരു കാറ് പാഞ്ഞു ചെന്നാൽ വരുണിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സോ ഗെറ്റ് റെഡി. ഓക്കെ. രാധിക ഇടിച്ചു വീഴ്ത്തിയാൽ കാർ നിർത്തണ്ട, മുന്നോട്ട് പോവാം.
ബാക്കി കാര്യങ്ങളെ ഞാൻ നോക്കിക്കോളാം. ശരി സർ. കണക്കൂട്ടുകൾ തെറ്റിയില്ല, അത് അവരാ. വണ്ടി എടുക്ക. ആ జగను తగ తాళం గివిడగి పగలినాయిరం తాళం వెళుతు వన్ను తణుతు మెల్లె కరుతురీ నేరం చిరకు కురుతరీ నేరినాయిరం తాళం జగను తగ తాళం గివిడగి పగలినాయిరం తాళం వెళుతు వన్ను తణుతు మెల్లె కరుతురీ నేరం చిరకు కురుతరీ നേരിനായിരം താളം. ഇതവന്റെ ഓഫീസിലേക്കുള്ള വഴിയല്ലല്ലോ. ഇനി ഇത് എങ്ങോട്ടേ പോകുന്നേ? ആർക്കറിയാം. എന്തായാലും ഫോളോ ചെയ്യും. ജീവിതം സത്യമോ എവിടെയോ ജഗണു തക താളം ഇവിടെ